ഹലോ, എല്ലാവർക്കും അമ്മൂസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ആയിട്ടോ വീഡിയോ ഇട്ടിട്ട് കുറേ ആയി. ഒന്ന് സമയമില്ലാത്തത് കൊണ്ടാണ്, പിന്നെ ഇപ്പോൾ എല്ലാത്തിലും ഫ്ലവറിങ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ട്യൂബർ ഒക്കെ കിട്ടുന്നത് അപൂർവമാണ്. അതുകൊണ്ട് ട്യൂബറിൻ്റെ വീഡിയോ ഇടാനില്ല. ഇപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് സഹസ്രദളത്തിൻ്റെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വർഷവും സഹസ്രദളം വിരിഞ്ഞു. വലിയ ടാങ്കിലാണ് വെച്ചിട്ടുള്ളത്. അതിൽ ഒരു ഫ്ലവറായി. അത് ചെറുതായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് ഇവിടെ നേരത്തെ വിരിഞ്ഞതുപോലെ അത്രയും വലിപ്പമുള്ളതല്ല, ചെറിയ ഫ്ലവറായിരുന്നു. എന്നാലും വിരിഞ്ഞുല്ലോ, ആ ഒരു സന്തോഷമാണ്. ഇതിപ്പോൾ ഇല എവിടെയൊക്കെ വന്നിട്ടുണ്ട്, ഏതിലൊക്കെ റണ്ണർ ഓടിയിട്ടുണ്ട് എന്നുള്ള ഒരു പിടിയും ഇല്ല കേട്ടോ. ഞാനിതിൽ ഫുള്ള് സെറ്റ് ചെയ്തേക്കുന്നത് ഡയറക്റ്റായിട്ട് ആമ്പലാണ്. ട്യൂബർ പ്ലാന്റ്, കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആമ്പലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വളർച്ച ഉണ്ടാവും, നല്ല വലിപ്പത്തിൽ വളരും ആമ്പൽ ചെടികൾ. നമ്മൾ ചെറിയ ചെറിയ ചട്ടികളിലൊക്കെ ആക്കി പോട്ട് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല, നല്ല വലിയ ചെടികൾ ഉണ്ടാവും. പക്ഷേ ചെറിയ ചട്ടിയിലൊക്കെ ആക്കി ഡയറക്റ്റ് വെക്കുമ്പോഴേക്കും അതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട്, പ്ലാന്റ് ആണെങ്കിലും അതെ ചെറിയ പ്ലാന്റ് ആയിരിക്കും, ഫ്ലവറിങ് ഒക്കെ ആവും, പക്ഷെ ഫ്ലവർ സൈസും ഉണ്ടാവില്ല, പ്ലാന്റും ചെറുതായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ടാങ്ക് സെറ്റ് ചെയ്തിട്ട് അതിൽ ഡയറക്റ്റായിട്ട് നട്ടേക്കുന്നത് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് കുറേ നട്ട് വയ്ക്കാനും പറ്റും, സ്ഥലം ലാഭിക്കാം. അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ പറിച്ച സമയത്ത് ഈ ടാങ്ക് ഇവിടെ സെറ്റായിരുന്നു, അതുകൊണ്ട് ഇതിൽ ഇങ്ങനെ വെച്ചതാണ്. ഇപ്പോൾ ആമ്പലിൻ്റെ അടിയിൽ കൂടെ ഇടയിൽ കൂടെ ഒക്കെ ഇത് പോയിട്ടുണ്ട്, റണ്ണർ പോയിട്ടുണ്ട്. എല്ലായിടത്തുനിന്നും ഇല വരുന്നുണ്ട്. ഇലയുടെ തണ്ടിലൊക്കെ ഇത് എന്ത് രോഗമാണെന്നുള്ള അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ പറയണേ. അതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ. എനിക്ക് ഇലകൾ വരുന്നുണ്ട്, ഇലയുടെ അടിഭാഗം, അതായത് തണ്ടിൻ്റെ ഇലയുടെ തൊട്ട് താഴെ കുറച്ച് നീളത്തിൽ തണ്ട് ബ്രൗണായി വരുന്നു. എന്താ കാര്യം എന്നറിയില്ല. ഫ്ലവർ മൊട്ട് വരുമ്പോഴും ഇതേ അവസ്ഥയാണ്. പക്ഷെ ഫ്ലവറിങ് ഒക്കെ ആവാറുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് കാണാനൊരു ഭംഗിയില്ലായ്മ, തണ്ടിൽ ഇങ്ങനെ ഒരു ബ്രൗൺ കളറിൽ അങ്ങനെ ഒരു ഇതുപോലെ എന്തോ ഒരു ചേഞ്ചസ് പോലെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് എങ്ങനെയെങ്കിലും പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ യൂസ് ചെയ്തെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത മൊട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ്. കാര്യം ഇതിനൊത്തിരി സ്പേസ് കൊടുത്താൽ ഫ്ലവറിങ് ഉണ്ടാവും എന്നുള്ളത് അങ്ങനെയാണല്ലോ. അപ്പോൾ ടബിൽ വെച്ചിട്ട് എനിക്ക് ഒരു ഫ്ലവർ കിട്ടിയതാണ്. ഇച്ചിരി ചെറിയ ടാങ്കിൽ വെച്ചിട്ട് 3 ഫ്ലവർ കിട്ടി. അപ്പോൾ ഇത്രയും വലുതിൽ സെറ്റാക്കിയപ്പം കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. വലിയ പ്രതീക്ഷയൊന്നുമില്ല കേട്ടോ. നമുക്ക് വിരിഞ്ഞാൽ അത് തന്നെ വലിയ ഭാഗ്യമാണ്, അത്രയാണ്. പിന്നെ ഉള്ളതുകൊണ്ട് ഓണം, അങ്ങനെയാണ്. അപ്പോൾ ഒത്തിരി പ്രതീക്ഷിക്കരുത്. ഇത് ട്യൂബർ ആവാനൊക്കെ ഭയങ്കര പാടായിരിക്കും, കുറേ സ്ഥലമുള്ളതുകൊണ്ട് ഏതിലൊക്കെ പോകാമെന്നറിയില്ല. റണ്ണർ മാത്രമേ ആയിരിക്കും തോന്നുന്നു. അപ്പോൾ ഈ വർഷം ഇനി ഉണ്ടാവുമോ എന്നുള്ളത് നോക്കാം. ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ പൂക്കാറുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് ഇനി ഫ്ലവർ വരുമോ എന്നുള്ളത് നോക്കാം. ഇല വരുന്നുണ്ട് കേട്ടോ, തുരുതുരാന്ന് വരുന്നുണ്ട് ഇലകളൊക്കെ നല്ല ഹൈറ്റിൽ. ഇവിടെ ഇതിൽ മണ്ണ് കുറച്ചേ ഉള്ളൂ, ഒത്തിരി ഒന്നും മണ്ണിട്ടിട്ടില്ല. ആമ്പൽ കുഞ്ഞു കുഞ്ഞു ട്യൂബേഴ്സ് നടാനല്ലേ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പിന്നെ മണ്ണ് ഇട്ടിട്ടുള്ളൂ. വളം കൊടുത്തിട്ടേ ഇല്ല കേട്ടോ. ആമ്പൽ വെക്കണോണ്ട് തന്നെ ആമ്പലിന് വളം പാടില്ലല്ലോ, വളം കുറച്ച് മതി. അതുകൊണ്ട് തന്നെ വളം ഇട്ടിട്ടില്ല, കാര്യമായിട്ട് വളമൊന്നും ഇട്ടിട്ടില്ല. എന്നിട്ടും ഒരു പൂ വിരിഞ്ഞു സഹസ്രദളത്തിൻ്റെ എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യം തന്നെയാണ് നമുക്ക്. ഇതേപോലെ സഹസ്രദളമൊക്കെ നട്ടിട്ടുള്ള എല്ലാവർക്കും ഫ്ലവർ ആവട്ടെ. അടുത്ത വീഡിയോ ഇനി ട്യൂബറിൻ്റെ വീഡിയോ ആയിരിക്കും. കുറച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ കുറച്ചും കൂടി ചെയ്യാനുണ്ട്. നോക്കുമ്പോഴേക്കും കാര്യമായിട്ടൊന്നും കിട്ടാനില്ല, എന്നാലും കുറച്ച് ട്യൂബേഴ്സൊക്കെ കിട്ടും. ഒരേ വെറൈറ്റി തന്നെ 2ഉം 3ഉം പോട്ടിലൊക്കെ വെക്കുന്നതുകൊണ്ടാണ് അങ്ങനെയെങ്കിലും കിട്ടുന്നത്. നല്ല ഫ്ലവറിങ് ആണ് കേട്ടോ. ഇപ്പോൾ മഴ തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ നല്ല വെളിച്ചം കിട്ടുന്നവരെ ഇവിടെ നമുക്ക് ഫ്ലവർ ഉണ്ടാവും. മഴക്കാലത്താണെങ്കിലും ഫ്ലവർ ഉണ്ടാവും കേട്ടോ. ഫ്ലവർ ഉണ്ടാകുമ്പോൾ പക്ഷേ ആ ഒരു ഭംഗി ഉണ്ടാവില്ല. മഴക്കാലത്ത് വിരിയണ ഫ്ലവറിനൊരു ഭംഗി ഉണ്ടാവില്ല, താമര ആമ്പലൊക്കെ ആകുമ്പോൾ.
പിന്നെ ആമ്പലാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ താമര പെട്ടെന്ന് കൊഴിഞ്ഞൊക്കെ പോകും, അതിൻ്റെ ഷേപ്പൊക്കെ ഒരു മാതിരിയാവും. പിന്നെ ബാക്കിയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സൊക്കെ അങ്ങനെയല്ല, മഴയത്ത് അതീവ സുന്ദരിമാരാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സഹസ്രദളത്തെ കാണിക്കാനുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ടേക്ക് കെയർ, ബൈ.